الشيطان الرجيم بسم الله الرحمن الرحيم انطلقوا إلى ما كنتم به تكذبون انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين هذا يوم لا ينطقون ولا يؤذن له فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ അൽ മുർസലാത്തിന്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചതിനെ കുറിച്ചും അതിൽ നല്ല ഉയർന്ന ഉത്തുംഗമായ പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയതിനെ കുറിച്ച്, മാത്രവുമല്ല മനുഷ്യന്റെ ജീവിതം സുഗമമാകാൻ അതിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ജീവജലം അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തിൽ അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശിക്ഷയുടെ കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇൻതലിഖൂ, നിങ്ങൾ നടന്നുകൊള്ളുവിൻ എന്നാണ്. ഇൻതലഖ യൻതലിഖു എന്ന് പറഞ്ഞാൽ നടന്നു, നീങ്ങി എന്നൊക്കെയാണ് അർത്ഥം. ഇൻതലിഖൂ, നിങ്ങൾ നടന്നു നീങ്ങുവിൻ, ഇലാമാ, ആ ഒരു സംഗതിയിലേക്ക്, കുന്തും നിങ്ങളായിരുന്നു, ബിഹി അതിനെ, തുകദ്ദിബൂൻ നിഷേധിച്ചു തള്ളിയിരുന്നവരായിരുന്നു. അപ്പൊ നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്ന ഒരു വസ്തുതയിലേക്ക് ഇനി നിങ്ങൾ നടന്നു നീങ്ങുവിൻ എന്ന്. അപ്പൊ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇങ്ങനെ ആജ്ഞാപിക്കുമെന്നാണ്. ദൈവനിഷേധികളായ ആളുകൾക്ക് കൃത്യമായും എന്താണ് മരണാനന്തര ജീവിതം, പരലോകമെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവരോട് കൊടുക്കുന്ന ആജ്ഞയാണ് അയ്യഖൂലു ലഹും ഖസനതു ജഹന്നം. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളാണ് അവരോട് പറയുക, ഇദ്ഹബൂ ഇലാ മാ കുൻതും തുകദ്ദിബൂന ബിഹി മിനൽ അദാബി ഫിദ്ദുനിയ. അപ്പൊ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ നിഷേധിച്ചിരുന്ന ആ മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയില്ലേ, അതിനെ നിങ്ങൾ അവഗണിച്ചില്ലേ, അങ്ങനെയുള്ള വിചാരണയുണ്ടെന്നും അവിടെ ഒരു ജീവിതമുണ്ടെന്നും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരുന്ന പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾ അവഗണിച്ചു, തള്ളിക്കളഞ്ഞില്ലേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെയാണ് നീങ്ങുന്നത്.
ആ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. അതിനാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുവിൻ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവരോട് ആജ്ഞാപിക്കുന്നതായിട്ടാണ് ഈ ആയത്ത്. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നരകത്തിലെ ശിക്ഷയാണെങ്കിലും സ്വർഗീയ സുഖജീവിതങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വർണ്ണനകളാണെങ്കിലും ഒന്നും എല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു പറയുന്ന രീതിയല്ല. പലയിടങ്ങളിൽ പല രീതിയിലും ശൈലിയിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചു തരുന്നത്. ഇവിടെ നോക്കൂ, നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ആളിക്കത്തുന്ന നരകാഗ്നിയുടെ അതിന്റെ 3 ശാഖകളായിട്ടായിരിക്കും അതിന്റെ ജ്വാലകൾ ഉയർന്നു പൊങ്ങുക. അങ്ങനെയുള്ള ജ്വാലകളുടെ നിഴലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻതലിഖൂ ഇലാ ദില്ലിൻ, നിങ്ങൾ ഒരു തണലിലേക്ക്, ഒരു ഛായയിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്നു. അതിന് 3 ശാഖകളാണ് അതിനുള്ളത്. ഷുഅബത്ത് എന്നതിന്റെ ബഹുവചനമായിക്കൊണ്ടാണ് ഷുഅബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഷുഅബ എന്ന് പറഞ്ഞാൽ ശാഖ എന്നർത്ഥം. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ എന്ന ഹദീസ് തിരുവചനം പഠിച്ചെടുത്ത് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സലാസു ശുഅബാണ്, 3 ശാഖകളുള്ള തണലിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊള്ളുവിനെന്ന്. ഈ തണൽ എന്തിന്റെ തണലാണ്? ഇൻതലിഖൂ ഇലാ ളില്ലി ദുഖാനി ജഹന്നം അൽ മുതശഇബ് ഇലാ സലാസി ശുഅബിൻ എന്ന. ശുഅബത്തുൻ മിൻ യമീനിഹി വശുഅബത്തുൻ മിൻ ശിമാലിഹി വശുഅബത്തുൻ മിൻ ഫൗഖിഹി. ഒരു തണൽ, ജ്വാലയുടെ തണൽ അവരുടെ വലതുഭാഗത്ത്, മറ്റൊന്നവരുടെ ഇടത് ഭാഗത്ത്, മറ്റൊന്നവരുടെ മുകളിലായിക്കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അവരെ വലയം ചെയ്തിരിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വൽ മുറാദു അന്നഹു മുഹൈത്തും ബിഹിം മിൻ കുല്ലി ജാനിബ് മാ ജാഅ ഫിൽ ആയത്തിൽ ഉഖറാ. സൂറ കഹ്ഫിലെ മറ്റൊരു ആയത്തിൽ അതിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. അഹാത ബിഹിം സുറാദിഖുഹാ, അഹാത ബിഹിം സുറാദിഖുഹാ. അതിന്റെ ആ നരകത്തിന്റെ ജ്വാലകൾ ഒരു കൂടാരമായി അവരെ വലയം ചെയ്തിരിക്കുമെന്ന്. അപ്പൊ അങ്ങനെ അത്യന്തം ഭീതിജനകമായ ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു തരുന്നത്. സൂറ കഹ്ഫിലെ 29-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അന്നാറു തുഹയ്തു ബി അഹ്ലിഹാ വതശ്മുലുഹും ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ. അക്രമികളായ ആളുകൾക്ക് നാം കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അഹാത ബിഹിം സുറാദിഖുഹാ. അതിന്റെ ആ നരകത്തിന്റെ സുറാദിഖ്, അതിന്റെ ചുറ്റു ഭാഗത്തുമുള്ള അതിന്റെ ജ്വാലകളുടെ ഭിത്തി അത് അവരെ വലയം ചെയ്തിരിക്കുമെന്ന്. 4 ജുദുർ അതിനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലസുറാദിഖുൻ നാർ 4 ജുദുരിൻ കസ്ഫിൻ കുല്ലു ജിദാറിൻ മസീറ 40 സന എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ ആകെ വലയം ചെയ്തിട്ടുള്ള ആ നരകാഗ്നിയുടെ കാഠിന്യത്തെക്കുറിച്ചും അതിന്റെ ഗാംഭീര്യത്തെക്കുറിച്ചുമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ലില്ല് എന്ന പ്രയോഗം തണൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ പറയുന്നതെങ്കിലും നരകത്തിന്റെ തണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? 3 ശാഖകളായി ജ്വലിച്ചുയരുന്ന നരകാഗ്നി, അതിന്റെ ആ തീനാമ്പുകളുടെ നിഴലുകൾ, അത് തന്നെ
അത്യന്തം അത് ഭയാനകരം, ഭീകരം, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചുട്ടുപൊള്ളുന്നതായിരിക്കും എന്നതാണ്. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലൽ. സൂറത്തു സുമറിലെ 16-ാമത്തെ ആയത്തിൽ ഈ ളില്ല് എന്താണ് എന്നത് ഒന്നുകൂടി അള്ളാഹു വിശദീകരിക്കുന്നു. ളില്ലിന്റെ ബഹുജനമായിട്ടാണ് ഇവിടെ ളുലൽ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലൽ. അവർക്ക് അവരുടെ മുകളിലൂടെ ഇതാ തീജ്വാലയുടെ ഉണ്ടാകും. വമിൻ തഹ്തിഹിം ളുലൽ, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെയും അതിന്റെ ഛായ ഉണ്ടാകും. ذلك يخوف الله به عباده يا عباد فاتقون. ഇതെങ്ങനെ വിശദീകരിച്ചു തരുന്നത് എന്തിനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയ്ക്ക് ആ നരകത്തിന്റെ ഭീകരത, നരകശിക്ഷയുടെ അതിന്റെ ഗാംഭീര്യത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു ഇനി നിങ്ങൾ നേരിൽ കാണാൻ പോകുന്ന, നിഷേധിച്ചു കഴിഞ്ഞതല്ലേ, തള്ളിക്കളഞ്ഞതല്ലേ, നേരിൽ കാണാൻ പോകുമ്പോ അവർ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് പരലോകത്ത് പറയുന്നുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി ആ ളില്ലിന്റെ ഒരു വിശദീകരണം കൂടി, രണ്ടാമത് ലാ ലലീലിൻ. ആ ളില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ദുനിയാവിലെ ളില്ല് നമുക്ക് തണലേകും, കുളിർമയേകും, അവിടെ ശാന്തി സമാധാനമൊക്കെ ഒരു മരത്തിന്റെ തണലെത്തിരുന്ന് നമുക്ക് കിട്ടും. എന്നാൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ തീനാളത്തിന്റെ ആ ഛായ ഒരിക്കലും നിങ്ങൾക്ക് സുഖകരമായിരിക്കുകയില്ല. ലാ ലലീലിൻ, അതൊരിക്കലും അവർക്ക് കുളിരേകുന്നതല്ല. ലാ ലലീൽ ഐ ലൈസ ബിമുദില്ലിൻ ഫലാ യഖീ മിൻ ഹർരി ദാലികൽ യൗം. ആ ദിവസം അവർ അനുഭവിക്കുന്ന അത്യുഷ്ണത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് കുളിരേകുന്നതല്ല അത്. ലാ ലലീലിൻ ഐ ലാ യഖീ മിൻ ഹർരി ശംസ് എന്നർത്ഥം, ഹർരി ജഹന്നം. വലാ യുഗ്നി മിനൽ ലഹബ്. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല എന്നാണ്. ലഹബ് സൂറത്തു ലഹബ്, സൂറത്തു മസദ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലാ യുഗ്നി, അതവർക്ക് രക്ഷ നൽകുകയില്ല, ഒരു ഉപകാരവും നൽകുകയില്ല. അഗ്നാ യുഗ്നി, ലാ യുഗ്നി മിനൽ ലഹബ് ഐ വലാ യദ്ഫഉ മിൻ ഹർരിൻ നാരി ശൈഅ. നരകത്തിന്റെ അതിന്റെ ഉഷ്ണത്തിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു സംരക്ഷണവും ഒരു രക്ഷയും ആ തണൽ നൽകുകയില്ല എന്ന് വീണ്ടും മൂന്നാമതായി അള്ളാഹു പറയുന്നു. അങ്ങനെയുള്ള 3 ശാഖകളായി ഉയർന്ന് ജ്വലിച്ചു നിൽക്കുന്ന ആ തീനാമ്പുകളുടെ നിഴലിലേക്ക് നിങ്ങൾ നടകൊള്ളുവിൻ. ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദി സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നൊക്കെ സൂറ അങ്കബൂത്തിലെ 55-ാമത്തെ ആയത്തിലും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം അല്ലാഹു നൽകുന്നു. യൗമ യഗ്ശാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം വയഖൂലു ദുഖൂ മാ കുൻതും തഅമലൂൻ. യൗമ യഗ്ശാഹുമുൽ അദാബ്, ശിക്ഷ വന്ന് അവരെ ആകെ മൂടുന്ന ദിവസം. വശിയ യഗ്ശ, യഗ്ശ വല്ലൈലി ഇദാ യഗ്ശ, രാത്രി അതിന്റെ ഇരുട്ട് പൊതിഞ്ഞാൽ, മൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, മഹാവിപത്ത് വന്ന് പൊതിയുന്ന ആ ദിവസത്തിന്റെ വർത്തമാനം എന്താണെന്ന് നീ അറിഞ്ഞില്ലേ
എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. യൗമ യഗ്ശാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം, അവരുടെ മുകളിലൂടെ അവർക്ക് മീതെ ശിക്ഷ വന്ന് പൊതിയും. വമിൻ തഹത്തി അർജുലിഹിം, എന്ന അവരുടെ പാദങ്ങൾക്ക് കീഴെ ശിക്ഷ വന്ന് അവരെ പൊതിയും. വയഖൂൽ, ആ സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നതാണ്, ദുഖൂ മാ കുൻതും തഅമലൂൻ, ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലമാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളും ധിക്കാരങ്ങളും തിന്മകളും തെറ്റുകളും ജീവിതത്തിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾക്കുള്ള കഠോരമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ അവരെ ആകെ പൊതിയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൻകബൂത്തിലെ 55-ാമത്തെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ നരകത്തിന്റെ അവസ്ഥ അതാണ്. അങ്ങനെയുള്ള ഒരു നരകത്തിലേക്ക് നിങ്ങൾ നടകൊള്ളുവിൻ. മാത്രവുമല്ല, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകാഗ്നിയെ കുറിച്ച് അള്ളാഹു ഒന്നുകൂടി വിശദീകരിച്ചു തരുന്നു നമുക്ക്. സൂറ വാഖിഅയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുസ്റഫീൻ. ഫീ സമൂം വഹമീം, അവർക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? സമൂം എന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന അത്യുഷ്ണമുള്ള നരകത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന അത്യുഷ്ണം, അതാണ് സമൂം. ഹമീം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന തിളച്ചു മറിയുന്ന വെള്ളമാണ്, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്. സൂറ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, ഹാതബിഹിം സുറാദിഖുഹ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹൽ, ദാഹിച്ചു വലഞ്ഞ് അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ദാഹജലത്തിന് വേണ്ടി കേഴുമ്പോൾ, വഇൻ യസ്തഗീസു, അതിനു വേണ്ടി അവർ കേണ് അപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ, യുഗാസു ബിമാഇൻ കൽമുഹൽ, മുഹല് പോലെ ഉരുകിയ തിളച്ചു മറിയുന്ന ലോഹ ദ്രാവകം പോലെയുള്ള ഒരു ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അത് കുടിക്കാനൊക്കെ ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ തന്നെ യശ്ഫിൽ വുജൂഹ്, അവരുടെ മുഖങ്ങൾ കരിവാളിച്ചു പോകും, അത് കരിഞ്ഞു പോകും. യശ്ഫിൽ വുജൂഹ് ബിഇസ ശറാബ്, എത്ര മോശമായ പാനീയമാണിത്. ബിഇസ ശറാബ് വസാഅത് മുർതഫഖാ. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു ഇതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ അഗ്നിയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്നാണ്. അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കുകയാണ്. എന്തായാലും ആ ജ്വലിച്ച് തിളച്ചു മറിയുന്ന നരകാഗ്നിയെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين. ദൃഢമായ കൺകാഴ്ച എല്ലാ മനുഷ്യരും, അല്ലാഹു പറയുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ എല്ലാ മനുഷ്യരും, സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകം കണ്ടേ പോകുള്ളൂ. നരകത്തിലേക്ക് പോകുന്നവർക്ക് അല്ലാഹു സ്വർഗവും കാണിച്ചു, ഇതാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സുഖാനന്ദങ്ങളാണത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖേദിച്ച് ദുഃഖിച്ച് മനുഷ്യൻ ദുനിയാവിൽ വിരല് കടിക്കും, പരലോകത്തെത്തുമ്പോ 2 കൈയും വായിൽ തിരുകും എന്ന് പടച്ചോൻ പറയുന്നു. അത്രമാത്രം സങ്കടവും നഷ്ടബോധവും ഖേദവും മനുഷ്യനുണ്ടാകുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇനിയും അടുത്ത ആയത്തിൽ അല്ലാഹു നരകത്തെ കുറിച്ചുള്ള വിശേഷണമാണ് നൽകുന്നത്. ഇന്നഹാ തർമീ ബിശററിൻ കൽഖസ്ർ. ഇന്നഹാ എന്ന് പറഞ്ഞാൽ ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകം, തർമീ, അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. എന്തിനെയാണ് എറിയുന്നത്? ബിശററിൻ, തീപ്പൊരിയെ എറിഞ്ഞുകൊണ്ടിരിക്കും. നരകത്തിൽ നിന്ന് അതിന്റെ ജ്വാല
അതേപോലെ തന്നെ അതിന്റെ ഇരമ്പം, അതിന്റെ ശബ്ദം, കത്തിജ്വലിക്കുന്നതിനിടയിൽ ഇപ്പം തീ ഇങ്ങനെ ആളിക്കത്തുമ്പോ ഇവിടെ തന്നെ നമ്മൾ വിറകൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തീപ്പൊരികൾ ചിതറിപ്പോകാറില്ലേ? അതേപോലെയുള്ള അവസ്ഥയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇൻഹാ തർമീ ബിശററിൻ, ആ നരകാഗ്നി അത് തീപ്പൊരികൾ അതിൽ നിന്ന് ചിതറിക്കൊണ്ടിരിക്കുന്നതാകുന്നു. അത് ഏതുപോലെ ഉണ്ടെന്നോ? കൽ ഖസ്ർ, നല്ല കൊട്ടാര സമാനമായ, കൊട്ടാരത്തിന്റെ വലുപ്പങ്ങളിലുള്ള വലിയ സൗധങ്ങളെ പോലെയുള്ള. ഖസ്ർ എന്ന് പറഞ്ഞാൽ അതാണ് കൊട്ടാരം, വലിയ അമ്പരചുംബികളായ ഇവിടുത്തെ മണിമാളികകൾ നോക്കൂ, ഒരു പൊരി അതാ അതേപോലെ ആയിരിക്കും. നമുക്ക് ഏകദേശം ഒന്നൊരു മനസ്സിലാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് വിശേഷിപ്പിച്ചു തരാണ്. അതിന്റെ വസ്ഫാണ്. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, ഖസ്ർ പോലെ, വലിയ സൗധങ്ങളെ പോലെയുള്ള പൊരികളെ ആ നരകം അതിൽ നിന്ന് ഇങ്ങനെ ചിതറിക്കൊണ്ടിരിക്കും, എറിഞ്ഞുകൊണ്ടിരിക്കും. റമായി എറിമി പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ്. തെർമി യാനി ആ നരകാഗ്നിയാണ് എറിയുന്നത്. അത് എത്ര എളുപ്പമുണ്ടാകുമെന്നും കഅന്നഹു ജിമാലത്തുൻ സുഫർ, കഅന്നഹു എന്ന് പറയാൻ കാരണം ആ ഷററിനെയാണ് അള്ളാഹു ഇവിടെ ഉപമിച്ചത്. ആ പൊരി, ഒരു പൊരി, കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ഇരിക്കുന്നു. അവർക്ക് പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാക്കാൻ അതാ നല്ലത്. എന്റെ വലുപ്പേ, നരകത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന തീപ്പൊരികളെ മഞ്ഞ വർണ്ണങ്ങളിലുള്ള ഒട്ടകക്കൂട്ടങ്ങളോട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുള്ളത്. നോക്കൂ, വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, വൈലുൻ നാശമാണ്, മഹാനാശമാണ് സംഭവിക്കുന്നത്. ആർക്കെന്നോ? അന്നേ ദിവസം ലിൽ മുകദ്ദിബീൻ, ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞവർക്ക്. മരണാനന്തര ജീവിതം, വിചാരണ, അവിടെയുള്ള ശിക്ഷ, അവിടെ നല്ല ആളുകൾക്ക് ലഭിക്കുന്ന രക്ഷ, ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് നിഷേധിച്ച, അവഗണിച്ച, അതിഷ്ടമാക്കി കൊടുത്ത വേദസൂക്തങ്ങളെ പരിഹസിച്ച, അത് പഠിപ്പിക്കാൻ വേണ്ടി അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെ അവഗണിച്ച സമൂഹത്തിന് മുകദ്ദിബീൻ, അവർക്ക് മഹാനാശമാണ് വരാൻ പോകുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ ഓരോ അവസ്ഥ ഇങ്ങനെ പറയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ, നരകത്തിൽ കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ. നരകവും തന്നെ ഓരോരുത്തരുടെയും കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ ശിക്ഷ അനുഭവിക്കുക. സ്വർഗം അങ്ങനെ തന്നെയാണല്ലോ. കാരണം എന്താ? സ്വർഗം നമ്മൾ ഇവിടെ ചെയ്ത അമലുകൾക്ക് കൃത്യമായി നീതിപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലമാണ്. സ്വർഗത്തിന് അതുകൊണ്ട് തന്നെ 100 ദർജകളുണ്ട്, തട്ടുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മായ തട്ട് ജന്നത്തുൽ ഫിർദൗസാണ്, പരമോന്നതമായ പറുദീസ. അങ്ങനെ 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 അതിന്റെ കാറ്റഗറി 100 ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചിട്ടുണ്ട്. നരകത്തിനും അങ്ങനെ തന്നെയാണ്. അതിൽ കപടവിശ്വാസികളുടെ സ്ഥാനം അല്ലാഹു പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ, സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ സ്വർഗം അത് മുകളിലാണ് എങ്കിൽ നരകത്തിൽ ഏറ്റവും കഠോരമായ ശിക്ഷ അതിന്റെ അടിത്തട്ടിലാണ്. അതുകൊണ്ടാ ഇന്നൽ മുനാഫിഖീൻ ഫി ദർക്കിൽ അസ്ഫൽ, അങ്ങേ താഴേ തട്ടിലായിരിക്കും കപട വിശ്വാസികൾ, മിനന്നാർ, നരകത്തിന്റെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അടിയിലേക്ക് പോകുന്തോറും ശിക്ഷ കൂടുന്നു നരകത്തിന്. സ്വർഗത്തിന് മുകളിലേക്ക് കൂടുമ്പോൾ
സുഖവും സൗഖ്യവും സൗകര്യവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. താഴത്തെ തട്ടാകുമ്പോൾ അതിൽ ഒരു അമലനുസരിച്ച് അതിന്റെ ദർജ കുറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ റസൂല് പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്നത് എന്താണെന്നോ, മൻ ലഹു നഅലാനി, കേട്ടോ, മിന്നാർ, നരകത്തിൽ നിന്ന് 2 ചെരുപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അണിയിക്കും. ആ ചെരുപ്പ് അണിഞ്ഞാൽ തന്നെ 2 വാറുള്ള 2 ചെരുപ്പുകൾ അണിയിച്ചാൽ അവിടെ തലച്ചോറ് അത് അണിയുന്ന മാത്രയിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. കമായുള്ളിൽ മിർജൽ എന്ന നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തിളക്കുന്നില്ലേ, ചൂടാക്കിയാൽ അതേപോലെ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ കഠിനമായ ഒരു ശിക്ഷ മറ്റാരും തന്നെ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ലഘുവായ ശിക്ഷ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും നിന്റെ കൃപ കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് നാഥാ കാത്തു രക്ഷിക്കണമേ. ദുആ ചെയ്യുക. രക്ഷിതാവേ, നിന്റെ സദ്വൃത്തരായ സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സുഖാനന്ദത്തിന്റെ സ്വർഗീയ ലോകത്തിൽ ഞങ്ങളെല്ലാവരെയും നിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ് പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. ഇനി അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഹാദാ യൗമു ലാ യന്തിഖൂൻ, ഹാദാ, ഈ ദിവസമുണ്ടല്ലോ, യൗമു ലാ യന്തിഖൂൻ, അവർ ഒരു വാക്കും ഉരിയാടാത്ത ദിവസമാകുന്നു എന്ന്. നതഖ യന്തിഖു എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, ഉരിയാടി, മിണ്ടുക നമ്മൾ പറയില്ലേ. യൗമു ലാ യന്തിഖൂൻ, മിണ്ടാത്ത ദിവസം, ഒന്നും ഉരിയാടാത്ത, സംസാരിക്കാത്ത ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും പറയാനുണ്ടാവില്ല. എല്ലാ മനുഷ്യരും നഫ്സി 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 നഫ്സിയ, അവനവന്റെ കാര്യം, സ്വന്തം കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തെ എങ്ങനെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ള വിചാരം മാത്രമായിരിക്കും അന്നുണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാവരെയും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, ഒരു മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന്, തന്റെ പിതാവിൽ നിന്ന്, തന്റെ ബന്ധുമിത്രാദികളിൽ നിന്ന്, തന്റെ സഹധർമ്മിണിയിൽ നിന്ന്, തന്റെ സന്താനങ്ങളിൽ നിന്നൊക്കെ വെപ്രാളപ്പെട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ ഓടി അകലുന്ന ദിവസം. ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി, ഓരോ മനുഷ്യനും അന്ന് അവനവന്റെ കാര്യത്തെ കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുക. സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ചിന്തയായിരിക്കും, അതിലായിരിക്കും എല്ലാവരും വ്യാപൃതരാവുക. മിണ്ടാൻ കഴിയില്ല എന്ന്. കേട്ടോ, വിപ്രാളത്തിൽ, ബേജാറിൽ അവർക്കൊരിക്കലും ഒന്നും മിണ്ടാൻ കഴിയില്ല. ഇനി മിണ്ടാൻ വിചാരിച്ച വല്ലവരും ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ ഉണ്ടോ? അതുമില്ല. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ, അങ്ങനെ അവർക്ക് അതിനായി ഒരിക്കലും അനുവാദം നൽകപ്പെടുകയുമില്ല. വലാ യുഅ്ദനു ലഹും, സംസാരിക്കാനുള്ള അനുവാദവും അവിടെ ഇല്ല. അനുവാദം ആർക്കെങ്കിലും നൽകിയാൽ തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അനുവാദം നൽകിയാൽ തന്നെ അവർക്ക് സ്വവാബ്, ഹിതമായ കാര്യമല്ലാതെ അവിടെ ഒന്നും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഉദ്ർ, അതാണ് ഒഴികഴിവ് ബോധിപ്പിക്കാൻ കഴിയില്ല. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ, അങ്ങനെ അവർക്ക് ഒഴികഴിവ് ബോധിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അനുവാദം നൽകുകയില്ല. ഇവിടെ നിങ്ങൾ ഒഴികഴിവ് കേൾക്കുന്ന സമയമല്ല ഇപ്പോ. അതിനൊക്കെ ചാൻസ് തന്നിരുന്നു ദുനിയാവില്. അള്ളാഹുവിനോട് എന്തും നിങ്ങൾക്ക് പറയാമായിരുന്നു, എന്തും അവനോട് അപേക്ഷിക്കാമായിരുന്നു, എന്തും അവനോട് ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ ജീവനാടിയേക്കാൾ സമീപസ്ഥനാണ് അവൻ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്നവനാണെന്ന് അവൻ പറഞ്ഞില്ലേ?
മാത്രവുമല്ല അവനോട് തൗബ ചെയ്ത് മടങ്ങുന്നതാണ് നിങ്ങളിൽ നിന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ പറഞ്ഞില്ലേ. അവൻ കരുണാമയനാണെന്നും അളവറ്റ ദയാപരനാണെന്നും റഹ്മാനാണെന്നും റഹീമുമാണെന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ. ഇവിടെ എന്താ നിങ്ങൾ അള്ളാഹിനോട് പറയുന്നത്? അതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ നിഷേധിച്ചില്ലേ. മനുഷ്യന്റെ ഒരു അഹങ്കാരം നോക്കൂ നിങ്ങൾ. അഹങ്കാരം, കിബറാണ്. ഇതൊക്കെ മനുഷ്യന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ മഴക്കാലാണ്, മഴ നല്ലോണം പെയ്യുന്നുണ്ട്. നമ്മളെ വിചാരിച്ച മാതിരിയാ മഴ പെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇവിടെ അടുത്ത് നിലമ്പൂർ ഭാഗത്ത് ഇന്നലെ ഉരുൾപൊട്ടൽ ഉണ്ടായി. അല്ലാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഴക്കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല സംഗതി. ഈ പ്രപഞ്ചത്തിന്റെ ഒരു കൺട്രോളും മനുഷ്യന്റെ കയ്യിലില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചൊവ്വാഗ്രഹത്തിലേക്ക് മംഗളിയാനെ വരെ അയച്ച് ഇനി ഇവിടെയുള്ള എല്ലാ ഗ്രഹങ്ങളിലേക്കും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തി അവിടെയൊക്കെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. അതൊക്കെ നടത്താൻ തന്നെയാണ് മനുഷ്യന്റെ ശാസ്ത്രീയമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഇനിയും നടക്കട്ടെ. പക്ഷെ കിബിർ ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെയൊക്കെ പരമമായ നിയന്ത്രണം യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, മുദബ്ബിറായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുണ്ട് എന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് സഹോദരങ്ങളെ. അപ്പോ അന്ന് നിങ്ങൾക്ക് ഒരു ഒഴികഴിവും ബോധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ നൽകുകയില്ല. ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്തും അള്ളാഹുവിനോട് പറയാനും ചോദിക്കുവാനും, നിങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും പാപത്തിന്റെ കൂമ്പാരങ്ങൾക്ക് മുകളിൽ കിടന്നുറങ്ങുന്നവരാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള വീണ്ടു വിചാരത്തോടെ അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അവനിലേക്ക് അനുദപിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ വളരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. അതാണ് ദുനിയാവിന്റെ ചാൻസ് എന്ന് പറയുന്നത്. മരിച്ചു പോയാൽ പിന്നെ കർമ്മങ്ങൾക്ക് ചാൻസ് ഇല്ല. അതും മനുഷ്യന് മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ആ വിചാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. മരിക്കുന്ന നേരത്തിൽ ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ, പഠിച്ചോനെ ഒന്നും കൂടി മടക്കിക്കൊണ്ട റബ്ബേ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അന്നേരം മനുഷ്യൻ പറയും. അപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല. ശരിക്കും ഫിറഔനിന്റെ കഥ ഖുർആൻ പറഞ്ഞു തന്നില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔൻ. ആ ചരിത്ര വിശദീകരണത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവസാന നിമിഷം ഫിറഔന് ബോധ്യപ്പെടുന്നു. എപ്പോഴാണെന്നോ? ചെങ്കടലിൽ ഇങ്ങനെ വെള്ളം കുടിച്ച് മുങ്ങിത്താഴുന്ന ആ സന്ദർഭത്തിലാണ് ബോധ്യപ്പെടുന്നത്. അവസാന നിമിഷത്തിലെ ആ ബോധ്യത്തിൽ ഫിറഔൻ തന്റെ വിശ്വാസം പ്രസ്താവിക്കുന്നുണ്ട്. ആമൻതു എന്നാ പറയുന്നത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, മൂസയും കൂട്ടരും വിശ്വസിച്ചിരിക്കുന്ന ഇലാഹിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. പക്ഷെ ആ ഈമാനിന്റെ പ്രഖ്യാപനം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. അത് നേരത്തെ വേണം. മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല തൗബ. അൽ ഇനാബത്തു വത്തൗബത്തു. അതുകൊണ്ട് മാലം യുഗർഗിർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് വിശദീകരിച്ച ഹദീസിൽ പറയുന്നത്. ഗർഗറ യുഗർഗിറു എന്ന് പറഞ്ഞാൽ ആ അറബി പദത്തിൽ നിന്ന് തന്നെ അതിന്റെ ആശയം നമുക്ക് വ്യക്തമാണ്. അവസാന നിമിഷം ഗർഗറ എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവില്ലേ മരണവിപ്രാളത്തിന്റെ നേരത്ത്? ആ അവസാന നിമിഷത്തിന് മുമ്പായിരിക്കണം നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളതെല്ലാം നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടത് എന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള നേരമല്ല. അത് ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ ലിഅന്നഹു ലൈസ ലദൈഹിം ഉദ്റുൻ സഹീഹ്. എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹു പെർമിഷൻ കൊടുക്കാത്തത്? അപ്പൊ അള്ളാഹു അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടൂടെ എന്നിപ്പോ നമുക്ക് ഇങ്ങനെ തോന്നും.
അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പഠിച്ചോനൊന്ന് കേട്ടൂടെ? അവിടുന്ന് അത് കേൾക്കാനുള്ള സമയമല്ല. കാരണം അവർക്കിടയിലുള്ള അവർക്ക് അവതരിപ്പിക്കാനുള്ള ഒഴികഴിവ് എന്തല്ല, ശരിയായ ഒരു ഉദുറും അവരുടെ അരികിലില്ല. വലാ ജവാബുൻ മുസ്തഖീം, നേർക്ക് നേരെയുള്ള ഒരു മറുപടിയും അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഉദുറ് ബോധിപ്പിക്കുവാനുള്ള സാവകാശമോ അതിനുള്ള സമ്മതമോ ഇല്ലാത്തത്. ഇനി തുടർന്നുകൊണ്ട് പറയുന്നു, നോക്കൂ, നാശമാകുന്ന മഹാനാശം ഇങ്ങനെയുള്ള അവസ്ഥകൾ കൃത്യമായി അവർക്ക് വരാനുണ്ടെന്ന് വിശദീകരിച്ചു കൊടുത്ത ദിവ്യ സൂക്തങ്ങളെ അവഗണിച്ച് കളവാക്കി നിഷേധിച്ച ആളുകൾക്ക് നാശമാകുന്നു. അതവർക്ക് ഓതിക്കൊടുത്ത പ്രവാചകന്മാരെ പരിഹസിച്ച് പുച്ഛിച്ച് അവരെയൊക്കെ പീഡിപ്പിച്ച് കഴിഞ്ഞുകൂടിയ ആ സമൂഹത്തിന് നാശമാകുന്നു. പിന്നെ ഇത് എന്തിന്റെ ദിവസമാണ്? സംസാരിക്കാൻ അനുമതി കിട്ടാത്ത ദിവസം, ഒഴികഴിവ് ബോധിപ്പിക്കാൻ സമ്മതം കിട്ടാത്ത ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹാദാ യൗമുൽ ഫസ്ൽ, ഹാദാ യൗമുൽ ഫസ്ൽ, ഇത് തീരുമാനമെടുക്കുന്ന ദിവസമാകും. ഫസ്ൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹാദാ യൗമുൽ ഫസ്ൽ, ഇത് തീരുമാനത്തിന്റെ ദിവസമാണ് എന്നവരോട് പറയും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടണ്ട. തീരുമാനത്തിന്റെ ദിവസമാകുന്നു ഇത്. ജമഅനാകും, നാം ഇതാ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ജമഅനാകും, ജമഅ യജ്മഉ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ഹശറ യഹ്ശുറു എന്ന പോലെ തന്നെയാണ് ജമഅ. ജമഅനാകും, നിങ്ങളെ നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, വൽ അവ്വലീൻ, പൂർവികരെയും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, ആദിമ മനുഷ്യൻ മുതൽ ഈ ലോകത്ത്, ഈ ഭൂമി അവസാനമായി പിറന്നു വീഴുന്ന മനുഷ്യർ വരെ, അങ്ങനെ എല്ലാവരെയും ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നു. അതുകൊണ്ടാണ് അന്ത്യദിനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പേരുകളിൽ യൗമുൽ ജംഅ് എന്ന ഒരു പേരുണ്ട്. യൗമുൽ ഖിയാമ, യൗമുൽ ആഖിർ, യൗമുൽ ബഅസ് എന്നൊക്കെ പറഞ്ഞ പോലെ യൗമുൽ ജംഅ് എന്നാണ് സമ്മേളനത്തിന്റെ ദിവസം. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യ മഹാസമ്മേളനം. ആലോചിച്ച് നോക്കൂ, ആരും അതിൽ നിന്ന് വിട്ടുപോകില്ല. ഇങ്ങനൊരു സമ്മേളനം നടക്കാനിരിക്കുന്നുണ്ട്. ജമഅനാകും, നിങ്ങളെ നാം ഇതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, വൽ അവ്വലീൻ, നിങ്ങളുടെ പൂർവികന്മാരായ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അസ്ഹാബു ശിമാലിനെ കുറിച്ച് സൂറ വാഖിയയിൽ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീമിൻ വമില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുസ്റഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. എന്തായിരുന്നു അവരുടെ അവസ്ഥ? പൂർവികന്മാരായ ആളുകളൊക്കെ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുസ്റഫീൻ, പരലോകത്ത് മരിച്ച് അവർ ചെന്നെത്തുന്നതിന് മുമ്പ് ദുനിയാവിയായ ജീവിതത്തിൽ അവർ മുത്രഫീങ്ങളായിരുന്നു, സുഖലോലുപന്മാരായിരുന്നു, സുഖാഡംബരപ്രിയരായിരുന്നു എന്നാണ്. ഭൗതിക ജീവിതത്തിന്റെ, ദുനിയാവിന്റെ ഈ പളപളപ്പിൽ അവരെല്ലാം മറന്നുകൊണ്ട് അവരുടെ റബ്ബിനെ മറന്നു, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു, അവർ ഇവിടെ നിർവഹിക്കേണ്ട യഥാർത്ഥ ജീവിത ദൗത്യം എന്താണെന്ന് മറന്നു. നേരെ മറിച്ച് എന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ ഈ ഭൗതികമായ സൗകര്യങ്ങളെയും സമൃദ്ധിയെയും ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളെയും അവർ
മുത്രഫീൻ എന്ന് പറഞ്ഞ് സുഖലോലുപത, അതിൽ അവർ ആറാടി കഴിഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. മാത്രമല്ല വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം, മഹാപാതകങ്ങളിൽ, വലിയ പാപങ്ങളിൽ അവർ ഉറച്ചു നിന്നു, ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിയില്ല, ആത്മവിചാരണ നടത്തിയില്ല. തെറ്റുകളും കുറ്റങ്ങളും അധർമ്മങ്ങളും വേണ്ടാത്തരങ്ങളും തോന്നിവാസങ്ങളും ജീവിതത്തിൽ അവർ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവേ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇൻതലിഖൂ, നിങ്ങൾ നടകൊള്ളുവിൻ, ഇലാ മാ കുന്തും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ അവഗണിച്ച, നിഷേധിച്ചു തള്ളിയ ഈ പരലോക ജീവിതം, ഈ ജീവിതത്തിലേക്ക് നടകൊള്ളുവിൻ എന്ന് അല്ലാഹു പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് എന്തിനു വേണ്ടിയാണ്? ഐ ജമഅനാ ബൈനക്കും വബൈന മൻ ഖബ്ലക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നു. മിനൽ ഉമം, കഴിഞ്ഞു പോയ മുഴുവൻ സമൂഹങ്ങളെയും, ഫീ സഈദിൻ വാഹിദ്, ഒരൊറ്റ പ്രതലത്തിൽ, ഒരൊറ്റ മൈതാനിയിൽ, ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ് അല്ലാഹു എല്ലാവരെയും കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫീ സഈദിൻ വാഹിദ്, എന്തിനു വേണ്ടിയാണെന്നോ? ലിയുംകിനൽ ഫസ്ലു ബൈനക്കും, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു. ഫയഖ്ലി ബിഹാദാ അലാ ഹാദാ, അങ്ങനെ ഓരോരുത്തരുടെയും കാര്യത്തിൽ വിധി കൽപ്പിക്കും. ആ വിധി കൽപ്പിക്കാൻ വേണ്ടി തീരുമാനത്തിന് മനുഷ്യൻ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിന്റെ തന്നെ പ്രയാസങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അവിടെ പറയുന്നുണ്ട്, സൂറ വാഖിയയിലും അത് പറയുന്നുണ്ട്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം വകാനൂ യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു ദുനിയാവിൽ വെച്ച്, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. അഇദാ മിത്നാ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞു, വകുന്നാ തുറാബൻ വഇലാമൻ, ഞങ്ങളുടെ അസ്ഥികളും അങ്ങനെ അതൊക്കെ ദ്രവിച്ച് ഞങ്ങൾ മണ്ണായി തീർന്നതിന് ശേഷം, അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അതാണോ ഈ നിങ്ങളുടെ വേദഗ്രന്ഥം പറയുന്നത്? അതാണോ പ്രവാചകനായ മുഹമ്മദ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കിയിരുന്നു. ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. അപ്പൊ അവരെന്ന് ചോദിച്ചിരുന്നു, എന്താണ്? അവ ആബാഉൽ അവ്വലൂൻ, അപ്പോ ഞങ്ങളുടെ പൂർവികന്മാരായ പൂർവ്വപിതാക്കളുടെ പൂർവികരുടെ അവസ്ഥ എന്താ? അവരെയും ഒരുമിച്ച് കൂട്ടുമെന്നാണോ എന്നോട് ചോദിച്ചു. അവ ആബാഉൽ അവ്വലൂൻ, ഞങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ, പൂർവികരായ സമൂഹത്തെ, അവരെയും ഒരുമിച്ച് കൂട്ടുമെന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാൻ ഖുർആൻ പറയാണ്, പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികന്മാരായ ആളുകൾ, പൂർവിക സമൂഹങ്ങൾ, അതുപോലെ തന്നെ അവസാനം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആഖിരീങ്ങളായ ആളുകൾ, പിൽക്കാരക്കാരായ ആളുകൾ, മുൻഗാമികളും പിൻഗാമികളും, പൂർവികരും പിൽക്കാരക്കാരായ ആളുകളും, അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള നിർണിതമായ ഒരു സമയത്ത്, നിർണിതമായ ഒരു സ്ഥലത്ത് അവർ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടും അല്ലാഹു. അതാണ് ജമഅനാകും വൽ അവ്വലീൻ. ഇനി നിങ്ങൾക്ക് വല്ല തന്ത്രമുണ്ടോ? ദുനിയാവിൽ പല തന്ത്രങ്ങളും നിങ്ങൾ പയറ്റി നോക്കിയല്ലോ.
فإن كان لكم كيد فكيدون. ദുനിയാവിൽ എന്തൊക്കെ സൂത്രപ്പണികളാണ് ഈ ഒരു ആദർശത്തെ പൊളിക്കാൻ, ഈ ഒരു ദീനിനെ തകർക്കാൻ, അതേപോലെ തന്നെ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ നടത്തിയതും ആലോചിച്ചതും, നിങ്ങളുടെ തന്ത്രങ്ങളും നിങ്ങളുടെ സൂത്രങ്ങളും നിങ്ങളുടെ ഗൂഢാലോചനകളും അവിടെ നടന്നു. പക്ഷെ ഇവിടുന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഫഇൻ കാന ലക്കും കൈദുൻ, ഇനി നിങ്ങൾക്ക് വല്ല തന്ത്രവും ഉണ്ട് എങ്കിൽ ഫഖീദൂൻ, നിങ്ങളുടെ തന്ത്രങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊരു ഭീഷണിയാണ് അവർക്ക്, അവരെ ഭയപ്പെടുത്തുകയാണ്. ഇതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യപ്പെടും ആ സന്ദർഭത്തിൽ. ഖൈദ് ഖീദ് എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിച്ചു എന്ന്. ഖൈദ് എന്ന് പറഞ്ഞാൽ ഹീലത്ത് എന്നൊക്കെ സാധാരണ അറബിയിൽ പറയും. ഫഇൻ കാന ലക്കും ഹീലത്തുൻ ഫീ ദഫ്ഇൽ അദാബി അൻകും ഫഹ്താലു, നിങ്ങളുടെ കയ്യിൽ വല്ല സൂത്രപ്പണികളും ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വല്ല തന്ത്രങ്ങളും ഉണ്ട് എങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾ നോക്കുവിൻ എന്ന്. ഫഹ്താലു തഖല്ലസു അൻഫുസകും മിനൽ അദാബ്, എന്നിട്ട് ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനൊന്ന് നോക്കൂ, ശ്രമിക്കൂ. ഒരിക്കലും കഴിയില്ല. فإن كان لكم كيد فكيدون ويل يومئذ للمكذبين. ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചു തള്ളിയ ആളുകൾക്ക് അന്ന് മഹാനാശം. വൈലുൽ ലിൽ മുകദ്ദിബീൻ الذين كذبوا بالبعث والجزاء والحياة الأخروية. ഭൗതികമായ ജീവിതത്തെ അല്ല, പരലോക ജീവിതത്തെ നിഷേധിച്ച ആളുകൾക്കെല്ലാം തന്നെ നാശം. അപ്പൊ അവർക്ക് ബോധ്യപ്പെടും ദുനിയാവിൽ വെച്ച് അവർ സ്വീകരിച്ച നിലപാടിന്റെ പാപ്പരത്വവും അതെത്രമാത്രം അവാസ്തവവും നിരർത്ഥകവുമായിരുന്നു എന്ന കാര്യവും അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന നേരമായിരിക്കും. അവർക്ക് എല്ലാവിധ കഴിവുകേടും അവരുടേത് കൃത്യമായി ബോധ്യപ്പെടും. അവർ വലിയ കഴിവുള്ളവരായിരുന്നു, നെളിഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്നു ദുനിയാവിൽ മനുഷ്യൻ. സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഴിവ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകേടുകളെ കുറിച്ചുള്ള നല്ല ബോധം നമുക്കുണ്ടാകും. ഇപ്പൊ നമ്മള് ഈ തക്ബീർ മുഴക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പെരുന്നാളിന്, വലിയ പെരുന്നാൾ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ തക്ബീറുകൾ മനുഷ്യൻ മുഴക്കുന്ന, വിശ്വാസികളൊക്കെ തക്ബീർ ധ്വനികൾ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വേളകളായിരുന്നു ഇപ്പൊ ഈ വലിയ പെരുന്നാളിന്റെ സമയങ്ങളും. ചെറിയ പെരുന്നാളിനേക്കാൾ കൂടുതൽ തക്ബീർ മുഴക്കാൻ ഇതിന് നമുക്ക് സമയമുണ്ട്. അറഫാ ദിനം സുബഹ് നമസ്കാരം കഴിഞ്ഞ് മുതൽ തക്ബീർ ചൊല്ലി അയ്യാമുത്ത് തശ്രീഖ് ദുൽഹജ്ജ് 13, ഇന്നലെ അസ്ര നമസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് അത് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്രയും സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് വലിയവൻ എന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരാൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു അർത്ഥം എന്താണെന്നോ? വിളിച്ചോനെ, ഞാൻ നിസ്സാരനാണ്, ഞാൻ ചെറിയവനാണ്, നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോ ഞാൻ ചെറിയവനാണ് റബ്ബേ, ഞാൻ ഒരുപാട് കഴിവ് കുറഞ്ഞവനാണ് റബ്ബേ, നീയാണ് എല്ലാ കഴിവുമുള്ളവൻ എന്ന ഈ സമ്മതമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരത്തിന്റെയും കിബറിന്റെയും ഒക്കെ ഒരു ലാഞ്ചന പോലും ഉണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയാനുള്ള മന്ത്രധ്വനിയാണ് തക്ബീർ ശരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം, നോക്കൂ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ. പെരുന്നാളിനാണെങ്കിലോ ഒന്നാമത്തെ റക്അത്തിൽ 7 തവണ നമ്മൾ വർദ്ധിപ്പിച്ചു പെരുന്നാൾ നമസ്കാരം. രണ്ടാമത്തെ റക്അത്തിൽ 5 തവണ നമ്മൾ അത് വർദ്ധിപ്പിച്ചു. വെറുതെ അല്ല, കിബറിനെ തുടച്ചു നീക്കന്നെയാണ്. ഞാൻ ചെറിയവനാണ്, കഴിവുകെട്ടവനാണ്, ദുർബലനാണ് റബ്ബേ,
എനിക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, ആളുണ്ട്, ആസ്തിയുണ്ട്, അതേപോലെ തന്നെ പ്രതാപമുണ്ട്, പ്രമാണിത്തരമുണ്ട് എന്ന ആ ഗർവും അഹങ്കാരവുമല്ല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ആര് തന്ന അതൊക്കെ? ഇതൊക്കെ റബ്ബ് തന്നതല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതല്ലേ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ, നിങ്ങളുടെ പ്രതാപവും, നിങ്ങളുടെ സന്താനങ്ങളും സൗഖ്യങ്ങളും. ഞാൻ വിരലിങ്ങനെ നൊടിയിച്ചാൽ മതി എന്നെ സഹായിക്കാൻ ആളുകൾ ചുറ്റുണ്ടാകുന്നൊക്കെ പറയുന്ന മനുഷ്യന്മാര്, അഹങ്കരിക്കുന്നവർ. നമ്മളെ കൊണ്ട് മുഴക്കി. വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള ദുആ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? വാഹനത്തിൽ കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമാണ് റസൂലിന്റെ ഏറ്റവും വലിയ മുന്തിയ വാഹനം. കഴുതപ്പുറത്തും റസൂൽ സഞ്ചരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഇന്ന് മെഴ്സിഡസ് കാറ്, അതുപോലെയുള്ള ആഡംബര വാഹനങ്ങൾ, വലിയ വലിയ ഓർഡർ ചെയ്താൽ 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന കാറുകളൊക്കെയാണ് മനുഷ്യനുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്തരം വാഹനങ്ങളിൽ എത്ര വലിയ വാഹനം പഠിച്ചോ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലും വാഹനത്തിൽ കയറുന്നതിന് മുമ്പുള്ള ദുആ എങ്ങനെ ആരംഭിക്കുന്നത്? ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 തവണ. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മലയാളിയാണ്, പണക്കാരനാണ്, പ്രതാപിയാണ്, എന്നെപ്പോലുള്ളൊരു വാഹനം ഈ ജില്ലയിലില്ല, ഈ സംസ്ഥാനത്തിലില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞ് കിബിർ കാണിക്കാനല്ല. ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ബിസ്മില്ലാ, അള്ളാഹുന്റെ നാമത്തിൽ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു, കിബിർ കുറക്കാനാണ്. എന്നിട്ടാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, നീ പരമപരിശുദ്ധനാകുന്നു, നിന്റെ അരികിലേക്ക് പോകാനുള്ളവരാണ്, നിന്റെ അരികിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് മടങ്ങി വരാനുള്ളവരാണ് റബ്ബേ ഞങ്ങൾ എന്ന ഈ നോക്കൂ നിങ്ങൾ, വിനയത്തിന്റെ, താഴ്മയുടെ ഈ പ്രഖ്യാപനം, ഈ പ്രാർത്ഥന നടത്താനാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്? എന്നിട്ട് 4 റക്അത്തുള്ള നമസ്കാരത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലാഹു അക്ബർ ആവർത്തിച്ച് പറയും. ളുഹറും അസ്റൊക്കെ നിസ്കരിച്ച് സലാം വിട്ടിൻ കഴിഞ്ഞ ഉടനെ തന്നെ കിബിറിന് വല്ല കുറവും ഉണ്ടാകുന്നുണ്ട്? 5 നേരം. അപ്പൊ ശരിക്ക് ഈ തക്ബീറിന്റെ അതിന്റെ ആശയങ്ങളെ, അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് വിടാൻ നമുക്ക് കഴിഞ്ഞാൽ അതന്നെ മതി. അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ നമ്മളെ മനസ്സ് നന്നാകുക, അതന്നെ മതി. ഒറ്റ തക്ബീർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുണ്ട്, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.